അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തു ഷംസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 10 ആയത്തുകൾ നമ്മൾ ഭംഗിയായി പഠിച്ചു. മെൻറ്റേഴ്സിനെ കോതി കൊടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ആയത്ത് കൂടെ ബാക്കിയുണ്ട്, അതുകൂടെ പഠിച്ചാലോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദ്ദബത് സമൂദു ബിത്വഹാ. കദ്ദബത് ത എന്ന് പറയുമ്പോൾ കദ്ദബത്ത് ത് എന്ന് മുഴങ്ങി കേൾക്കാൻ പാടില്ല. കദ്ദബത് അത്ര കേട്ടാൽ മതി, ചെറിയൊരു കാറ്റ്. കദ്ദബത് സമൂദു സ സ ഇവിടെ തട്ടണം. സമൂദു സമൂദു ബിത്വഹാ ബിത്വഹാ. ത അക്ഷരം ശ്രദ്ധിക്കുക, ഗൈനിന് സുക്കൂൻ വന്നിട്ടുണ്ട്. ത ത ഓക്കെ. ബിത്വഹാ. കദ്ദബത് സമൂദു ബിത്വഹാ. ഓക്കെ. അടുത്ത ആയത്തുമായി ചേർത്ത് ഓതുകയാണെങ്കിൽ നമുക്കിവിടെ നീട്ടാം. കദ്ദബത് സമൂദു ബിത്വഹാ ഇദിം ബഅസ. അങ്ങനെ. അതല്ല, നമ്മൾ ഈ ആയത്തിൽ നിർത്തുകയാണെങ്കിൽ കുറച്ച് മാത്രം നീട്ടിയാൽ മതി. ബിത്വഹാ മതി. കദ്ദബത് സമൂദു ബിത്വഹാ. അടുത്ത ആയത്ത് നോക്കാം. ഇദിം ബഅസ അശ്ഖാഹാ. ഇദിൻ ബഅസ എന്നുള്ളത് ഇദിംബ. ആ ഇദിൻ എന്ന് ഇദിം മീമാക്കുന്നുണ്ട് നമ്മൾ. ഇഖ്ലാബ്. ഇദിംബ അങ്ങനെ. ഇദിം ബഅസ അശ്ഖാഹാ. അഷ് അഷ് ഷീനിന് നമ്മളൊന്ന് പരത്തിയാണ് ഉച്ചരിക്കുക. അശ്ഖാഹാ ഖാ അശ്ഖാഹാ. ഇദിം ബഅസ അശ്ഖാഹാ അങ്ങനെ. ഇദിം ബഅസ അശ്ഖാഹാ. അടുത്ത ആയത്ത് നോക്കൂ. فقال لهم رسول الله ناقة الله وسقياها. കുറച്ച് വലിയ ആയത്താണ്, പക്ഷെ എവിടെയും നീട്ടാനോ മണിക്കാനോ ഒന്നുമില്ല. فقال لهم ഖാഫ് അക്ഷരം ശ്രദ്ധിക്കുക. فقال لهم رسول الله ناقة الله. നാഖ അവിടെയും ഖാഫ് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. നാഖത്തല്ലാഹി വസുഖ്യാഹാ. സുഖ് ഖാഫിന് സുക്കൂൻ വരുമ്പോൾ നമ്മളൊന്ന് മുഴക്കി സുഖ് എന്ന് മുഴക്കണം. സുഖ് എന്നല്ല, സുഖ്. വസുഖ്യാഹാ അങ്ങനെ. ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. فقال لهم رسول الله ناقة الله وسقياها. ഒന്ന് ഓതി വന്നാലോ? ഇന്നെടുത്ത ആദ്യം മുതൽ. كذبت ثمود بطغواها إذ انبعث أشقاها. فقال لهم رسول الله ناقة الله وسقياها. ഓക്കെ. അടുത്ത ആയത്ത് നോക്കാം. فكذبوه فعقروها. فكذبوه ഹു നീട്ടാനില്ല. ചില കുട്ടികളും ചില ആളുകളൊക്കെ ഓതുമ്പോൾ ഫകദ്ദബൂഹു കുറച്ച് നീട്ടും, അങ്ങനെയില്ല. ഫകദ്ദബൂഹു ഫഅഖറൂഹാ. അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക.
ഖാഫ് ഖാഫ് അക്ഷരം ഫഅഖറൂഹാ فكذبوه فعقروها فكذبوه فعقروها فدمدم عليهم ربهم ബി എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ പറ്റില്ല. അവിടെ രണ്ട് സ്ഥലത്ത് ഗുന്നുണ്ട്, മണിക്കാനുണ്ട്. റബ്ബുഹും ബിദംബിഹിം കണ്ടോ, റബ്ബുഹും മീമിന് സുക്കൂൻ വന്നു, പിന്നെ ഒരു ബ വന്നു, റബ്ബുഹും ബി. അപ്പോൾ അങ്ങനെ മറച്ച് മണിച്ച് ഇഖ്ഫ ചെയ്താണ് ഓതേണ്ടത്. റബ്ബുഹും ബിദംബിഹിം എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ പാടില്ല. റബ്ബുഹും ബിദംബിഹിം, ബിദൻബിഹിം എന്നത് ബിദൻ എന്ന് നമ്മൾ മീമാക്കി മാറ്റിമറിക്കുന്നുണ്ട്. ഇഖ്ലാബ് മാറ്റിമറിക്കുക. ദൻബി എന്ന് പറയാതെ ദംബി. ആ നൂനിൻ്റെ മുകളിലൊരു ചെറിയ മീമ് നോക്കൂ, നൂനിനെ മീമാക്കാനാണത്. ബിദംബിഹിം ഫസവ്വാഹാ. അങ്ങനെ ഞാൻ ഒന്നുകൂടി ഓതാ, ശ്രദ്ധിക്കണേ. ഫകദ്ദബൂഹു ഫഅഖറൂഹാ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം. ഈ രണ്ട് സ്ഥലത്തും ഗുന്ന മണിക്കാനുള്ളത് ശ്രദ്ധിക്കാം. ഒന്നുകൂടി ഞാൻ ഓതാ, കേൾക്കണേ. فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها. അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓതാം. അവസാനം ചെറിയ ഒരായത്ത് ولا يخاف عقباها ولا يخاف خ ഹെവി ലെറ്ററാണ്, വായ നിറച്ച് ഹ. അങ്ങനെ ولا يخاف عقباها അവിടെ കൽക്കല മുഴക്കണം. عقباها അങ്ങനെ ولا يخاف عقباها. അപ്പോൾ ഈ ആയത്തുകൾ എല്ലാം തന്നെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓതുന്നത് നന്നായി ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ. കദ്ദബത് സമൂദു ബിതഗ്വാഹാ ഇദിം ബഅസ അശ്ഖാഹാ فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. നമ്മുടെ പ്രാക്ടീസ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ കാണുക, കേൾക്കുക, കൂടെ പാരായണം ചെയ്യുക. മെൻറ്റേഴ്സിന് ഓതി അയക്കുക. അവർ തെറ്റ് തിരുത്തി തരുന്നതൊക്കെ ശരിക്ക് മനസ്സിലാക്കി പാരായണത്തിൽ മാറ്റങ്ങൾ വരുത്തുക. നന്നായി പാരായണം ചെയ്യുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പുതിയൊരു സൂറത്തുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.